ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ദച്ചിൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷനാണ്. ഞാൻ രാവിലെ പോയായിരുന്നു, ഒരു 6 മണിക്ക് പോയിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു പോരുന്നു. പിന്നെ റെഡിയായിട്ട് ദച്ചുമായിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുട്ടികളെല്ലാം റെഡിയായി നല്ല പട്ടുപാവാടയും ധാവണിയൊക്കെ ഇട്ട് എന്ത് ഭംഗിയുണ്ടായിരുന്നെന്നറിയാമോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിരുന്നു. പായസമൊക്കെ റെഡിയായി. അത്തപ്പൂക്കളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണല്ലേ കാണാൻ. നമ്മുടെ സെഞ്ചമ്മ സ്കൂളാണ് കേട്ടോ, മലപ്പുറത്തെ. പിന്നെ അതേ നമ്മുടെ പരിപാടികളിലോട്ടൊക്കെ കടന്നു. കുട്ടികളൊക്കെ മലയാളി മംഗം പോലെ ഒരുങ്ങി റെഡിയായിട്ട് എല്ലാവരും വേദിയിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുട്ടികളെല്ലാം ഓരോ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മെഗാ തിരുവാതിര അടിപൊളിയായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളും വലിയ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ, മലയാളി മങ്കയായിട്ട് ഒരുങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ നല്ല ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ ഡാൻസ്, പാട്ട് എന്ന് വേണ്ട നല്ല നല്ല കലാപരിപാടികളായിരുന്നു കേട്ടോ. പിന്നെ മാവേലിയൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിച്ച്, കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് തെച്ചുമൊക്കെ അതിനിടയ്ക്ക് വന്ന് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇവരെന്നെ കൊണ്ടുപോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഈ സ്കൂളിലെ ഒട്ടുമിക്ക കുട്ടികളെല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അതേ തെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഇവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ വടംവലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു ചേച്ചിയെ കിട്ടി കേട്ടോ. എൻ്റെ ന്യൂ ഫ്രണ്ടാണ് ചേച്ചി. ഞാനും പിന്നെ ഒന്ന് റെഡിയാവാൻ വേണ്ടി ഈ കണ്ണാടിയുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാവേലി ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. മാവേലി ഞങ്ങളുടെ കൂടെ അല്ല, ഞങ്ങൾ മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുട്ടികൾക്കുള്ള ഫുഡെല്ലാം എടുത്ത് ഓരോ കൗണ്ടറിലാക്കി. ഞങ്ങൾ 4ാമത്തെ കൗണ്ടറായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവർക്കെല്ലാം ഫുഡ് കൊടുത്ത് ആ ഒരു സമയത്ത് നല്ലൊരു തിരക്കായിരിക്കും. കാരണം ഓരോ കറി തീരുമ്പോൾ അടുത്തത് കൊണ്ടുവരണം. അങ്ങനെ അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ ആദ്യത്തെ ഓണസദ്യയാണ് കേട്ടോ ഇത്തവണത്തെ. നമ്മുടെ സെൻറ് ജോസഫ് സ്കൂളിൽ നിന്നാണ്. ഇനി ഞങ്ങൾ നാട്ടിൽ പോവും. പക്ഷെ അതിന് മുന്നേ ദച്ചുവിനൊക്കെ എറണാകുളത്ത് വെച്ചിട്ട് ബാസ്കറ്റ് ബോളിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അപ്പം നാളെ എറണാകുളത്തോട്ടും പോവും.